നമസ്കാരം. സംസ്ഥാനത്ത് ലഹരി മാഫിയയുടെ വേരറുക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ വിജയകരമായി 2 മാസം പിന്നിടുമ്പോൾ UDF മന്ത്രിസഭയിലെ ഏറ്റവും മികച്ച പ്രകടനവുമായി ജനഹൃദയങ്ങൾ കവരുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ക്രമസമാധാന പാലനത്തിലും ജനക്ഷേമ നടപടികളിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി മുന്നേറുന്ന ചെന്നിത്തല UDF സർക്കാരിന്റെ ഷൈനിങ് സ്റ്റാറായി മാറിയിരിക്കുകയാണ്. ലഹരിക്കെതിരായ ഈ സമാനതകളില്ലാത്ത പോരാട്ടം കേരളീയ പൊതുസമൂഹത്തിൽ വലിയ പ്രതീക്ഷയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളെയും ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് വലവിരിച്ച ലഹരി ശൃംഖലകളെ അടിമുടി പിടിച്ചുലയ്ക്കുന്ന പ്രവർത്തനങ്ങളാണ് ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കി വരുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ ലഹരി പരിശോധനകളിൽ 2 മാസത്തിനിടെ 8,000-ലധികം ആളുകളെയാണ് വലയിലാക്കിയത്. ഇക്കാലയളവിൽ 8,278 കേസുകളും പോലീസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. നാടിന്റെ ഭാവി തലമുറയെ കാത്തുരക്ഷിക്കാൻ ദൃഢനിശ്ചയത്തോടെ കളത്തിലിറങ്ങിയ ആഭ്യന്തരമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള ഇടപെടലുകളാണ് ഈ വൻ വിജയത്തിന് പിന്നിൽ. കഴിഞ്ഞ ശനിയാഴ്ച മാത്രം 20 കേസുകളിലായി 25 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പദ്ധതി ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 6,691.126 ഗ്രാം MDMA, 784.244 കിലോ കഞ്ചാവ്, 296.657 ഗ്രാം ഹെറോയിൻ, 4,698.749 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. കുറ്റമറ്റ രീതിയിൽ അന്വേഷണം ഏകോപിപ്പിക്കാനും പോലീസിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാനും ആഭ്യന്തരമന്ത്രി കാണിച്ച ആർജവമാണ് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്ര വലിയ റെക്കോർഡ് വേട്ടയ്ക്ക് വഴിവെച്ചത്. ലഹരി മാഫിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ഭയരഹിതമായി പോലീസിനെ അറിയിക്കാനുള്ള സൗകര്യവും ആഭ്യന്തര വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. 94 97 97 97 94, 94 97 92 77 97 എന്നീ നമ്പറുകളിലൂടെ നേരിട്ടും 9995966666 എന്ന വാട്സ്ആപ്പ് നമ്പർ വഴിയും വിവരങ്ങൾ കൈമാറാം. ഈ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുന്ന പൊതുജനങ്ങളുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകുന്നുണ്ട്. ജനങ്ങളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ടുള്ള ആഭ്യന്തരമന്ത്രിയുടെ ഈ ജനകീയ സമീപനം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂൺ 2-ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ചാണ് ഈ ചരിത്രപരമായ പദ്ധതിക്ക് രമേശ് ചെന്നിത്തല ഔദ്യോഗികമായ തുടക്കം കുറിച്ചത്. MDMA പോലെയുള്ള മാരക സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ വ്യാപനം പൂർണ്ണമായും തടയുക, സ്കൂൾ കോളേജ് പരിസരങ്ങളിലെ ലഹരി വിൽപ്പന ഇല്ലാതെയാക്കുക തുടങ്ങിയ കർശന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ആഭ്യന്തര വകുപ്പ് പദ്ധതി ആസൂത്രണം ചെയ്തത്. കേവലം ഒരു വകുപ്പിന്റെ മാത്രം പ്രവർത്തനമായി ഇതിനെ ചുരുക്കാതെ സമഗ്രമായ മാറ്റത്തിനായി പോലീസ്, എക്സൈസ്, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളെ കോർത്തിണക്കിയാണ് സംയുക്ത പ്രവർത്തനം ആവിഷ്കരിച്ചത്. ജയിലുകൾ കേന്ദ്രീകരിച്ചും അന്തർ സംസ്ഥാന ലഹരി സംഘങ്ങൾക്കെതിരെയുള്ള ശക്തമായ റെയ്ഡുകളും പരിശോധനകളുമാണ് ഇതിന്റെ ഭാഗമായി നിലവിൽ സംസ്ഥാനത്തുടനീളം നടന്നുവരുന്നത്. അതിനിടെ സമൂഹത്തെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ട് അധ്യാപികമാർ പോലും ലഹരി മാഫിയയുടെ ഭാഗമായ വിവരങ്ങൾ പുറത്തുവന്നത് ജനങ്ങളിൽ വൻ നടുക്കമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നത് ആരായാലും വിട്ടുവീഴ്ചയിലെന്ന ആഭ്യന്തരമന്ത്രിയുടെ കർശന നിലപാടാണ് കേസിൽ ദ്രുതഗതിയിലുള്ള അന്വേഷണത്തിനും കുറ്റവാളികളുടെ അറസ്റ്റിനും വഴിയൊരുക്കുന്നത്.